ചെറിയ പെൺകുട്ടികൾ മുതൽ മുതിർന്ന സ്ത്രീകൾ വരെ പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ് പീരിയഡ്സിൻ്റെ സമയത്തുണ്ടാകുന്ന തലവേദന. സോ ഹായ് ദേ, ദിസ് ഇസ് ഡോക്ടർ ആര്യാദേവി. നമ്മളിൽ പലർക്കും പീരിയഡ്സിന് മുന്നോ അല്ലെങ്കിൽ പീരിയഡ്സിൻ്റെ സമയത്തോ ഒക്കെ ഇത്തരത്തിൽ തലവേദന ഉണ്ടാവാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം ഹോർമോണൽ ചേഞ്ച് തന്നെയാണ്. എസ്പെഷ്യലി ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്ത് ഈസ്ട്രജൻ്റെ അളവ് നാച്ചുറലായിട്ട് കുറയാറുണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും നമ്മളുടെ ബ്രെയിനിലെ കെമിക്കൽസിനെയും അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന കാരണം മെനിസ്ട്രൽ മൈഗ്രെയിൻ പോലെയുള്ള പ്രശ്നങ്ങൾ വരാനായിട്ട് അതൊരു കാരണമായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ട് നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, അതായത് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക, പ്രോപ്പറായിട്ടുള്ള സമയത്ത് ഫുഡ് കഴിക്കുക, നമുക്ക് നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താനായിട്ടും ഒക്കെ നമുക്ക് ശ്രദ്ധിക്കാം. ഒപ്പം തന്നെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ടും ശ്രമിക്കാം. അതിനായിട്ട് ചെറിയ മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഈ ഒരു തലവേദന മൈൽഡായിട്ടുള്ളതല്ല, നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് നമ്മളുടെ ഡെയിലി ലൈഫിനെയും നമ്മളുടെ വർക്കിനെയൊക്കെ സാരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, കൂടാതെ എല്ലാ പ്രാവശ്യവും മെൻസസിൻ്റെ സമയത്ത് ഇത് വരുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് സഹിച്ച് മുന്നോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പ്രോപ്പറായിട്ടുള്ളൊരു ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഓരോ തവണയും തലവേദന വരുമ്പോൾ നമ്മൾ അതെങ്ങനെയെങ്കിലും മരുന്ന് കഴിച്ച് കുറച്ച് കൊണ്ടുപോകുക എന്നുള്ളതിൽ ഉപരിയായിട്ട് നമുക്ക് ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനും ഈ ഒരു റിക്കറൻസ് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനും സാധിക്കുന്നതാണ്.